നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. സ്കൂൾ കുട്ടികൾക്ക് നൽകിയ അരിയിൽ ഓണസമ്മാനമായി പുഴുവും ചെള്ളും. പുളിങ്ങുന്ന മേരിമാത LP സ്കൂളിലെ കുരുന്നുകൾക്ക് നൽകിയ ഓണം സ്പെഷ്യൽ അരിയിലാണ് പുഴുവും ചെള്ളും കണ്ടെത്തിയത്. രാഷ്ട്രീയാതീതം സമരം വിജയം. രാഷ്ട്രീയാതീതമായി ഒരു നാടൊന്നിച്ചാൽ സമരം വിജയിക്കുമെന്ന് വെളുപ്പിൽശാല സമരസമിതി നേതാവ് GR സുഭാഷ്. അവസാനിച്ചിടത്തുനിന്ന് ആരംഭിക്കണം. കുട്ടനാട് പാക്കേജ് നിന്നിടത്തുനിന്ന് പുനരാരംഭിക്കുവാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് വെള്ളിയാങ്കുളം പരമേശ്വരൻ. ജലഗതാഗത വകുപ്പിന്റെ കണ്ണു തുറപ്പിച്ച് KCV വാർത്ത. ചങ്ങനാശ്ശേരി ആലപ്പുഴ ബോട്ട് സർവീസ് ജലഗതാഗത വകുപ്പ് പുനരാരംഭിച്ചു. വാർത്തകൾ വിശദമായി. സ്കൂൾ കുട്ടികൾക്ക് നൽകിയ ഓണമരിയിൽ പുഴുവും ചെള്ളും സൌജന്യം. പുളിങ്ങുന്ന മേരിമാത LP സ്കൂളിലെ കുരുന്നുകൾക്ക് നൽകിയ അരിയിലാണ് പുഴുവും ചെള്ളും കണ്ടെത്തിയത്. ബുധനാഴ്ച പുന്നക്കുന്നം മേരിമാത LP സ്കൂളിലെ കുട്ടികൾക്കാണ് അധികൃതർ പുഴുവരിച്ച അരി വിതരണം ചെയ്തത്. തീർത്തും ഉപയോഗശൂന്യമായ അരി വിതരണം ചെയ്യുന്നത് ഇത് ആദ്യമായല്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു രക്ഷകർത്താവ് സ്കൂൾ അധികൃതരോട് പരാതി പറഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്നും കൊണ്ടു തന്നതല്ല എന്ന മറുപടിയാണ് ഉണ്ടായത്. ഒരു കുട്ടിക്ക് 5 കിലോ അരി വീതമാണ് നൽകിയത്. ഓണവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ അരി മങ്കൊമ്പ് വിദ്യാഭ്യാസ ഉപജില്ലയിൽ വിതരണം ചെയ്തിരുന്നില്ല. ഓണം അവധിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോഴാണ് അരി വിതരണം ആരംഭിച്ചത്. 9 കിൻഡൽ അരി ലഭിച്ചതിൽ ഒരു ചാക്കരി മാത്രമാണ് അവശേഷിക്കുന്നത്. പുഴുവരിച്ച അരിയാണ് ലഭിച്ചത് എന്നറിഞ്ഞിട്ടും സപ്ലൈ ഓഫീസറെയോ ജില്ലാതല വിദ്യാഭ്യാസ ഓഫീസറെയോ അറിയിക്കാതെ അരി വിതരണം ചെയ്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് സ്കൂൾ മാനേജ്മെന്റിന് മറുപടിയില്ല. ഉപയോഗശൂന്യമായ ഈ അരി തന്നെയാണ് ഉച്ചഭക്ഷണത്തിനും ഉപയോഗിക്കുന്നതെന്നാണ് രക്ഷകർത്താക്കൾ പറയുന്നത്. ഇക്കാര്യത്തിൽ അധ്യാപകരുടെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും ഭാഗത്തുനിന്നും കടുത്ത അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. സ്കൂളിൽ വിതരണം ചെയ്യുവാനുള്ള അരി രാമങ്കരിയിലെ മാവലി സ്റ്റോറിൽ നിന്നുമാണ് വാങ്ങുന്നത്. കഴിഞ്ഞ വർഷവും വിവിധ സ്കൂളുകൾ ഇവിടെ നിന്നും വാങ്ങി വിതരണം ചെയ്ത അരി മോശമായതിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടന്നിരുന്നു. പുഴുവും ചെള്ളും നിറഞ്ഞ അരി കുട്ടികൾക്ക് വിതരണം ചെയ്ത സ്കൂൾ മാനേജ്മെന്റിനെതിരെയും മാവലി സ്റ്റോറിലെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നാണ് രക്ഷകർത്താക്കൾ പറയുന്നത്. മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സമരം ചെയ്യുമ്പോൾ അതിൽ വിജയമുണ്ടാകുമെന്ന് വെളുപ്പിൽശാല സമരസമിതി നേതാവ് GR സുഭാഷ്. ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുവാനും അഭിപ്രായം പറയുവാനും ഇന്ത്യയിലെ ഓരോ പൌരനും അവകാശമുണ്ടെന്നും സുഭാഷ് പറഞ്ഞു. തലവടി ഗ്രാമപഞ്ചായത്തിൽ നടന്ന ജനകീയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യക്തിപരമായിട്ട് ഞാനും പല സമര പരിപാടികളിൽ പങ്കെടുത്തു. ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ സർവോദയ വിരുദ്ധ ഒരു പരിപാടിയിൽ ഒരു മാർച്ചിൽ പങ്കെടുക്കാൻ ഇടയായി. അവിടെയും കണ്ട ഒരു കാഴ്ച, ജനങ്ങൾ സംഘടിച്ച് പ്രതിഷേധവുമായി വരുമ്പോഴത്തേക്ക് പഞ്ചായത്തിന്റെ കോമ്പൗണ്ടിലേക്ക് കയറ്റാതെ വാതിലടച്ച് ഗേറ്റ് അടച്ച് വെക്കുന്ന ഒരു അവസ്ഥയാണ്. പോലീസൊക്കെ വന്ന് തടയും. പലയിടത്തും അത് അനുഭവം. പക്ഷെ ഇവിടെ വ്യത്യസ്തമായ അനുഭവം അദ്ദേഹം തുറന്നു പറയാൻ ആഗ്രഹിക്കുക. ഈ പഞ്ചായത്തിന്റെ അധികാരികൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും പ്രതിഷേധം രേഖപ്പെടുത്താനും ഈ പഞ്ചായത്ത് ഓഫീസിന്റെ ഈ വരാന്തയിൽ തന്നെ അവസരം ഒരുക്കി തന്നത് എന്തുകൊണ്ട് നല്ല കാര്യം. അത് വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകും എന്നുള്ള ഒരു പ്രതീക്ഷ ഇത് കാണുമ്പോൾ എനിക്കുണ്ടാവുകയാണ്. മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തം. വിശ്വരാജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ET ജോർജ്, തോമസ് തലവടി, MA തമ്പാൻ എന്നിവർ സംസാരിച്ചു. വ്യാസപുരം ക്ഷേത്രത്തിന് കിഴക്കോട്ടുള്ള റോഡും നീരേറ്റുപുറത്തിന് സമീപമുള്ള റോഡും സഞ്ചാരയോഗ്യമാക്കുക, കുതിരച്ചാൽ കുന്നുമാടി മേഖലയിൽ കുടിവെള്ളം എത്തിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. കുട്ടനാട് പാക്കേജിനെ ചൊല്ലി കുട്ടനാടൻ കർഷകരുടെ ഇടയിൽ തന്നെ അവ്യക്തത തുടരുകയാണ്. പാക്കേജ് ഇപ്പോൾ നിലനിൽക്കുന്ന ഭാഗത്തുനിന്നും ആരംഭിക്കണമെന്ന് കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെടുമെന്ന് BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് വെള്ളിയാങ്കുളം പരമേശ്വരൻ. കുട്ടനാട് പാക്കേജ് ആരംഭിച്ച കാലം മുതൽ BJP അഴിമതി ആരോപിച്ചിരുന്നു. എന്നാൽ ഇത് ചെവിക്കൊള്ളാൻ ആരും തയ്യാറായില്ല. കുട്ടനാട് പാക്കേജിന് വേണ്ടി കേന്ദ്ര സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ഉപവാസം കിടന്നത് കർഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. പാക്കേജിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി കേന്ദ്ര സർക്കാരിൽ BJP ജില്ലാ സംസ്ഥാന നേതൃത്വം വിവരങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക രംഗത്ത് കൃഷിക്കാരെ സഹായിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്
ജില്ലാ നേതൃത്വവും സ്റ്റേറ്റ് നേതൃത്വവും സംസാരിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം നേരിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ കണ്ട് കുട്ടനാട് പാക്കേജ് പദ്ധതി വീണ്ടും നിർത്തിയിടത്ത് വെച്ച് അതിന്റെ ബാക്കി പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സംവിധാനം ചെയ്യണം എന്നാണ് BJP ആഗ്രഹിക്കുന്നത്. ഈ കൊടിക്കുന്നിൽ സുരേഷിന്റെ സമരം കഴിഞ്ഞതിന് ശേഷവും BJPയോട് സമരം ആ സമരത്തിൽ BJP വളരെ വ്യക്തമായിട്ട് കുട്ടനാട് പാക്കേജ് നടപ്പിലാക്കിയതിലുള്ള അഴിമതിയെക്കുറിച്ച് ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ്. അതിനു മുമ്പും ഈ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള മന്ത്രിയോടും കേരള ഗവൺമെന്റിനോടും BJP ആവശ്യപ്പെട്ട് സമരം നടത്തിയിരുന്നു. നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു. ആ നിലപാട് തന്നെയാണ് BJPക്ക് ഇപ്പോൾ ഉള്ളത്. കുട്ടനാട് പാക്കേജ് നടത്തിപ്പിൽ വൻ തട്ടിപ്പ് അഴിമതി നടന്നിട്ടുണ്ട്. ഈ പാക്കേജ് ഇനി ആരും ബാക്കി തുടർ പ്രവർത്തനം ചെയ്യുമ്പോഴും ഈ നടന്നിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ച് എന്നുവെച്ചാൽ അതിന്റെ അഴിമതിയെക്കുറിച്ച് ഒരു അന്വേഷണം കൂടി നടത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി ജലപാതയിൽ മുടങ്ങിക്കിടന്നിരുന്ന ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് സർവീസുകൾ പുനഃസ്ഥാപിച്ചു. KCV വാർത്തയെ തുടർന്നാണ് ബോട്ട് സർവീസ് പുനരാരംഭിച്ചത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി ജലപാതയിൽ സർവീസ് നടത്തിയിരുന്ന A56 ബോട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സർവീസ് നടത്തുന്നില്ലായിരുന്നു. ഓണാവധിയായതിനെ തുടർന്നാണ് ജലഗതാഗത വകുപ്പ് സർവീസ് റദ്ദു ചെയ്തത്. അതേസമയം സ്കൂൾ തുറന്നതിനു ശേഷം സർവീസ് പുനഃസ്ഥാപിക്കുവാൻ ജലഗതാഗത വകുപ്പ് തയ്യാറാവാത്തതിനെ തുടർന്നാണ് KCV വാർത്തകൾ ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത്. ബോട്ടില്ലാതായതിനെ തുടർന്ന് കാവാലം പ്രദേശത്തെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ കാൽനടയായും വള്ളങ്ങളിലുമായിരുന്നു സ്കൂളിലെത്തിയിരുന്നത്. A56 നമ്പർ ബോട്ട് വെള്ളക്കേടിനെ തുടർന്ന് പണിക്ക് കയറ്റിയിരിക്കുകയാണെന്നാണ് വകുപ്പിന്റെ വിശദീകരണം. KCV കഴിഞ്ഞ ദിവസം ചെയ്ത വാർത്തയുടെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ ബോട്ട് സ്റ്റേഷനിലെ S15 നമ്പർ ബോട്ട് ആലപ്പുഴ ചങ്ങനാശ്ശേരി ജലപാതയിൽ സർവീസ് ആരംഭിച്ചു. കുട്ടികളുടെ ദുരിതയാത്ര പുറത്തു കൊണ്ടുവന്ന KCV ന്യൂസിനെ വിദ്യാർത്ഥികൾ അഭിനന്ദിച്ചു. 12 ദിവസമായിട്ട് ഞങ്ങൾക്ക് ബോട്ടൊന്നും ഇതിലെ കൂടെ വരുന്നില്ലായിരുന്നു. KCV വാർത്തയെ തുടർന്ന് ബോട്ട് വരാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ബോട്ട് ഇല്ലായിരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു? നടന്നായിരുന്നു. നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? വെളിയനാട്. നടന്ന് വള്ളത്തിലൊക്കെ ആയിട്ടാണോ? 1 മണിക്കൂറോളം എടുക്കും ഇവിടം വരെ വരുമ്പോൾ. കൃത്യസമയത്ത് സ്കൂളിലെത്താൻ സാധിക്കുമോ? ഇല്ല. ആലപ്പുഴയിൽ നിന്നും കുട്ടനാടിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന യാത്രാ ബോട്ടുകൾ നിർത്തലാക്കുന്നത് പതിവാകുന്നതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. കാവാലം, കൃഷ്ണപുരം, കിടങ്ങറ, നെടുമുടി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ബോട്ടുകളാണ് കാരണം കൂടാതെ സർവീസ് റദ്ദു ചെയ്യുന്നത്. വകുപ്പിന്റെ ഈ നടപടി മൂലം നിരവധി യാത്രക്കാരാണ് ദുരിതം അനുഭവിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCV. ധീരരക്തസാക്ഷി സഖാവ് രാജു കൊല ചെയ്യപ്പെട്ടിട്ട് 34 വർഷം തികയുമ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിലിരുന്ന രാജ്യത്തെ ഹൈന്ദവവത്കരിക്കുവാനുള്ള ഗൂഢനീക്കമാണ് നടത്തുന്നതെന്ന് CPM തകഴി ഏരിയ സെക്രട്ടറി K. പ്രകാശ്. രക്തസാക്ഷി രാജു അനുസ്മരണ സമ്മേളനം നെടുമുടി കോകിരിക്കോട് പാലത്തിന് സമീപം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു K. പ്രകാശ്. ഭാർഗവൻ തങ്കപ്പന്റെ ജീവരക്തം ഒഴുകി നേടിയെടുത്ത അവകാശ ആ ഭൂമിയാണ് നമ്മളിൽ കിടക്കുന്ന ഇന്ന് പലരും. ഈ കുട്ടനാട്ടിലെ നെടുമുടിയിലെ പലരും കിടക്കുന്ന ആ ഭൂമിയിൽ അന്തി ഉറങ്ങുകയാണ്. അങ്ങനെ ഉറങ്ങുന്നവർ ആ കുടുംബത്തിൽ പ്രിയപ്പെട്ടവരെ എങ്ങനെ BJP-കാരും വന്ന്, എങ്ങനെ RSS-കാരും വന്ന് ഇവിടെ നമ്മുടെ പ്രിയങ്കരായ സഖാക്കളെ കൊന്നൊടുക്കിയത് എന്തിനു വേണ്ടിയാ? സവർണ മേധാവിത്വം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി സവർണർക്ക് വേണ്ടി തൊഴിലാളി വർഗത്തിന്റെ പ്രവർത്തകരെ കിരാതമായി കൊലപ്പെടുത്തുന്നതിനുള്ള നേതൃത്വമാണ് ഇത് അന്ന് RSS ഏറ്റെടുത്തത്. അത് അന്ന് RSS ആരാണ് നയിക്കുന്നത്? സവർണനാണ് നയിക്കുന്നത്. സവർണ മേധാവിത്വമാണ്. ആ സവർണ മേധാവിത്വത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ പാവപ്പെട്ട പിന്നേറ്റക്കാരൻ എന്തിനാ പ്രിയപ്പെട്ടവരെ പോകുന്നത്? ആ ഭൂമിയിലാണ് ഞാൻ കിടക്കുന്നതെന്ന് പഠിപ്പിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ? നമ്മുടെ കുട്ടികളോട് പറയുകയും പഠിപ്പിക്കുകയും തിരുത്തുകയും ചെയ്യാൻ ഈ സമൂഹത്തിന് ബാധ്യതയുണ്ട്. നെടുമുടി പഞ്ചായത്ത് പ്രസിഡന്റ് രത്നമ്മ ടീച്ചർ, KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി R. രാജേന്ദ്രകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ കേരള സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയായി T. ബാബു രാമങ്കരിയെ തെരഞ്ഞെടുത്തു. റാവു പുന്നപ്പറയാണ് പ്രസിഡന്റ്. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി ദേശീയ പ്രസിഡന്റ് ഡോക്ടർ SP സുമിനേഷ്കറും സൌത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ സുബ്രഹ്മണ്യവും ഇന്ത്യൻ ജനറൽ സെക്രട്ടറി തോട്ടപ്പള്ളി ബാലകൃഷ്ണനും ഉൾപ്പെട്ട സമിതിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട UDF ഉപസമിതി യോഗം 19-ന് നടക്കും. നെടുമുടിയിലുള്ള ചമ്പക്കുളം പഞ്ചായത്ത് മിനി ഹാളിലാണ് യോഗം. UDF ജില്ലാ ചെയർമാൻ M. മുരളി അധ്യക്ഷത വഹിക്കും. തുടർന്ന് 20-ന് പൊതുജനങ്ങളിൽ നിന്നും സമിതി തെളിവെടുപ്പ് നടത്തുമെന്നും പരാതിയുള്ളവർ രാവിലെ 10 മുതൽ മിനി ഹാളിലെത്തി പരാതി സമർപ്പിക്കണമെന്നും കൺവീനർ ജോസ് കോയിപ്പള്ളി അറിയിച്ചു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാകുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. കുട്ടനാട് MLA തോമസ് ചാണ്ടിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ബേക്കറി പാലത്തിന്റെയും തേവർക്കാട് വെള്ളാമത്ര റോഡിന്റെയും നിർമ്മാണോദ്ഘാടനം ശനിയാഴ്ച നടക്കും. കൈനഗിരി ബേക്കറി ജംഗ്ഷന് സമീപം നടക്കുന്ന ചടങ്ങ് തോമസ് ചാണ്ടി MLA ഉദ്ഘാടനം ചെയ്യും. പമ്പയാറ്റിൽ ആവേശത്തുഴയെറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. 58ാമത് പമ്പ ജലമേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 58ാമത് നീരേറ്റുപുറ പമ്പ ജലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി ജലോത്സവ സമിതി കൺവീനർ ബിജു പാലത്തിങ്കൽ KCV വാർത്തകളോട് പറഞ്ഞു. ഈ ജലോത്സവത്തിൽ ഏകദേശം 40 കളിവള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. 9 ചുണ്ടൻ വള്ളങ്ങളും 6 വെപ്പ് വള്ളങ്ങളും 4 ഇരുട്ടുകുത്തി വിഭാഗത്തിലുള്ള വള്ളങ്ങളും ബാക്കി ചുണ്ടൻ ഉൾപ്പെടെയുള്ള ബാക്കി ചെറുവള്ളങ്ങൾ പങ്കെടുക്കുന്ന വള്ളംകളിയാണ് ഇവിടെ നടക്കുന്നത്. കൃത്യം 2 മണിക്ക് നയനമനോഹരമായ ജലഘോഷയാത്ര ആരംഭിക്കും. അത് കഴിഞ്ഞ് 3 മണിയോടുകൂടി മത്സരം ആരംഭിക്കുകയും ഈ മത്സരത്തിൽ കേരളത്തിലെ MLAമാരായ തോമസ് ചാണ്ടി, മാത്യു ടി തോമസ്, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റണി, PJ കുര്യൻ, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇതിന് സമ്മാനദാനം നിർവഹിക്കപ്പെടുന്നത്. ഏകദേശം ഇതിൻ്റെ പൗലിനും ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത വെള്ളപ്പൊക്കം പ്രമാണിച്ചുണ്ടായ ഈ അരാജകത്വം കൊണ്ട് ഇതിന് പൗലന്മാരുടെ ബാർജലാണ് VIPകൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ കാലഘട്ടത്തിൽ തിരുവോണ നാളിലായിരുന്നു വള്ളംകളി നടന്നു പോന്നിരുന്നത്. തിരുവോണ നാളിൽ ഉദ്യോഗസ്ഥർക്കും മറ്റ് വിശിഷ്ടാതിഥികൾക്കും എത്തിച്ചേരുവാനുള്ള ബുദ്ധിമുട്ടിനെ തുടർന്നാണ് ജലോത്സവം ഉത്രാട നാളിലേക്ക് മാറ്റിയത്. ഈ വർഷം ഉത്രാട നാളിൽ നീരേറ്റുപുറം ജലോത്സവം നടത്തുവാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ വെള്ളപ്പൊക്കം കുട്ടനാട്ടിൽ രൂക്ഷമായിരുന്നു. ഇതിനെ തുടർന്നാണ് ജലോത്സവ തീയതി സെപ്റ്റംബർ 20 മാറ്റി നിശ്ചയിച്ചത്. 58ാമത് നീരേറ്റുപുറം പമ്പ ജലമേളയിൽ 9 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 40 കളിവള്ളങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. നീരേറ്റുപുറം പമ്പ ജലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ഇനി പമ്പയാറിന്റെ ഉത്സവത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. ക്യാമറമാൻ KJ ജിമ്മിച്ചിനൊപ്പം സാനു, KCV ന്യൂസ്. അധ്യാപകരുടെ ജോലി സുരക്ഷ ഉറപ്പുവരുത്തുക, +2 അഴിമതിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപകർ ആലപ്പുഴ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിക്കും. KSTA ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ചയാണ് പിക്കറ്റിംഗ് സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ തോമസ് ഐസക് MLA സമരം ഉദ്ഘാടനം ചെയ്യും. പാഠപുസ്തകങ്ങളും യൂണിഫോമും ഉടൻ ലഭ്യമാക്കുക, മുനിയൂർ സ്കൂൾ അധ്യാപകൻ KK അഭിലാഷിന്റെ മരണത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് പിക്കറ്റിംഗ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ തിരുവനന്തപുരത്ത് ഊർമിളാദേവി ടീച്ചർ
എറണാകുളത്ത്, കാസർഗോഡ് അങ്ങനെ വിവിധ ജില്ലകളിൽ പ്രഥമ അധ്യാപകരെയും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരെ ഉൾപ്പെടെയുള്ള ആളുകളെ നിസാര കാരണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ യാതൊരു ന്യായീകരണമില്ലാത്ത കാരണത്തിന്റെ പേരിൽ രാഷ്ട്രീയ വൈരാഗ്യം മൂലം സ്ഥലം മാറ്റിക്കൊണ്ടുവരിക. അതുപോലെ പങ്കാളിത്ത പെൻഷനിൽ പങ്കെടുത്തവരെ സ്ഥലം മാറ്റിയ രീതി ഇപ്പോഴും തുടരുകയാണ്. അവരുടെ പ്രശ്നം ഇതുവരെ പരിഹരിച്ചിട്ടില്ല. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ MC പ്രസാദ്, S ശുഭ, D സുധീഷ്, TS പ്രദീപ് കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CBSE തിരുവനന്തപുരം റീജിയണൽ ക്ലസ്റ്റർ 6 ടേബിൾ ടെന്നീസ് ടൂർണമെന്റിന് തുടക്കമായി. ആലപ്പുഴ SDB സെന്റിനറി ഹാളിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 200ഓളം വിദ്യാർത്ഥികൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ആലപ്പുഴ SDB ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആതിഥേയത്വം വഹിച്ച ടൂർണമെന്റ് KSRTC ചെയർമാൻ ആന്റണി ചാക്കോ ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഭാഗങ്ങളിലായാണ് മത്സരം. ഒരേ സമയം 5 മത്സരങ്ങൾ നടത്തുവാനുള്ള സൌകര്യമൊരുക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ടൂർണമെന്റ് സമാപിക്കും. വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ ഉപവാസ സമരം നടത്തി. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നടന്ന സമരം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ആ ഒരു ആദരവോടും കൺസിഡറേഷനും കൂടിയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാലഘട്ടങ്ങൾ മാറി മാറി വരുമ്പോൾ നമുക്കറിയാം കുറേയേറെ പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശമ്പള പരിഷ്കരണവും അതുപോലെ വേതനത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ രംഗത്ത് സൈനികരായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇപ്പോഴും നിരവധിയാണ്. നമുക്കറിയാം, ഞാൻ കേന്ദ്രമന്ത്രിയായ സന്ദർഭത്തിൽ നിരവധി ടെറൈനുകൾ, കാർഗിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ പവർ പ്ലാന്റുകൾ സന്ദർശിക്കാൻ അവസരം കിട്ടിയപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന സൈനികരുടെ അവസ്ഥയെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ എത്രയോ അവസരങ്ങൾ ആ പ്രദേശങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് അയ്യപ്പൻ പിള്ള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മൈഥിലി പത്മനാഭൻ, VM പുരുഷോത്തമൻ, R പത്മനാഭപിള്ള, S രാജപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. 2013 വൈദ്യുതി നിയമം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതി നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന് മുന്നോടിയായി ആലപ്പുഴ വൈദ്യുതി ഭവന് മുന്നിൽ ജീവനക്കാർ ധർണ നടത്തി. ആലപ്പുഴ വൈദ്യുതി ഭവന് മുന്നിൽ നടന്ന ധർണ പവർ ബോർഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി തോമസ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU ഭാരവാഹി ജയകുമാർ അധ്യക്ഷനായി. വൈദ്യുതി നിയമത്തിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന ജനദ്രോഹപര ഭേദഗതികൾ പിൻവലിക്കുക, കരാർ തൊഴിലാളികളുടെ തൊഴിലവസരം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രക്ഷോഭം. 1948 ഇന്ത്യൻ സപ്ലൈ ആക്ട്, ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് രൂപം കൊണ്ടത് തന്നെ സ്വാതന്ത്ര്യാനന്തര ഗവൺമെന്റ് ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റിയുടെ പ്രാധാന്യം, ജനങ്ങൾക്ക് ജീവവായു പോലെയുള്ള ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിലെ വ്യവസായവൽക്കരണത്തിന്റെ ദ്രുതഗതിയിലുള്ള വികസനത്തിന് വേണ്ടിയിട്ട് സപ്ലൈ ആക്ട് ഫോം ചെയ്യുകയും അതനുസരിച്ച് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇലക്ട്രിസിറ്റി ബോർഡുകൾ നിലവിൽ വരികയും ചെയ്തു. ചർമ്മവാർത്തകൾ. ചെമ്പുമുറം വെച്ചൂപ്പറമ്പിൽ ദിവാകരൻ 80 വയസ്സ് നിര്യാതനായി. സംസ്കാരം നടത്തി. KCB ചെമ്പുമുറം ഫ്രാഞ്ചൈസി ഹരിഹരപുത്രന്റെ പിതാവാണ് പരേതൻ. മിത്രകരി രാധാലയത്തിൽ ജയപ്രകാശ് 52 വയസ്സ് നിര്യാതനായി. സംസ്കാരം നടത്തി. കൊടുപ്പുന്ന മാമ്പറ വീട്ടിൽ റോയ്ച്ചൻ അഗസ്റ്റിൻ 55 വയസ്സ് നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച 2-ന് കൊടുപ്പുന്ന സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ. കാവാലം നടുവിലേപ്പറമ്പിൽ MP മാത്യു 62 വയസ്സ് നിര്യാതനായി. സംസ്കാരം വെള്ളിയാഴ്ച 3-ന് കാവാലം ലിസ്യു ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. സ്കൂൾ കുട്ടികൾക്ക് നൽകിയ അരിയിൽ ഓണസമ്മാനമായി പുഴുവും ചെള്ളും. പുളിങ്ങുന്ന മേരിമാത LP സ്കൂളിലെ കുരുന്നുകൾക്ക് നൽകിയ ഓണം സ്പെഷ്യൽ അരിയിലാണ് പുഴുവും ചെള്ളും കണ്ടെത്തിയത്. രാഷ്ട്രീയാതീതം സമരം വിജയം. രാഷ്ട്രീയാതീതമായി ഒരു നാടൊന്നിച്ചാൽ സമരം വിജയിക്കുമെന്ന് വെളുപ്പിൽശാല സമരസമിതി നേതാവ് GR സുഭാഷ്. അവസാനിച്ചിടത്തുനിന്ന് ആരംഭിക്കണം. കുട്ടനാട് പാക്കേജ് നിന്നിടത്തുനിന്ന് പുനരാരംഭിക്കുവാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് വെള്ളിയാങ്കുളം പരമേശ്വരൻ. ജലഗതാഗത വകുപ്പിന്റെ കണ്ണു തുറപ്പിച്ച് KCB വാർത്ത. ചങ്ങനാശ്ശേരി ആലപ്പുഴ ബോട്ട് സർവീസ് ജലഗതാഗത വകുപ്പ് പുനരാരംഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.